Hi friends, Anjana Tech Academy's online channel like everyone swadam. My name is Vishnuji Ranjan. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ 1800-കളിൽ അതായത് 19-ാം നൂറ്റാണ്ടിലാണ് കൂടുതലും നമ്മുടെ നാട്ടില് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്ത് എന്നാൽ അന്ന് ഇവിടെ നിന്നിരുന്ന ദുരാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടി നമ്മുടെ സമൂഹത്തില് ശാസ്ത്രീയമായിട്ടുള്ള അവബോധം വളർത്തുക, യുക്തിചിന്ത വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. മത്സര പരീക്ഷയിൽ സ്ഥിരം ചോദിക്കാറുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചോദിക്കും, അതിന്റെയൊക്കെ ഫൗണ്ടർ ആര് എന്ന് ചോദിക്കും, നിലവിൽ വന്നിട്ടുള്ള വർഷം ഏത്, പ്ലേസ് ഏത്, ഇതെല്ലാം ചോദിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് കോഡിലൂടെ സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്താൽ മതി. ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണമെന്നുണ്ടെങ്കിലും അവിടെ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ടും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് 1800-കളിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ഭൂരിഭാഗം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും വർഷങ്ങളിൽ 1800 ഉണ്ട് എന്ന് ഓർത്താൽ മതി. തുടക്കത്തിലെ 2 നമ്പർ 1, 8 ആയിരിക്കും. 1900-ൽ തുടങ്ങിയിട്ടുള്ള ചുരുക്കം ചില നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ട്, അത് നോക്കുമ്പോഴത്തേക്കും ഞാൻ കണക്ട് ചെയ്ത് തരാം. അപ്പൊ ഇത്രയും ഓർത്തോളൂ. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഭൂരിഭാഗം നവോത്ഥാന പ്രസ്ഥാനങ്ങളിലും 1800-കളിലാണ്. അതുകൊണ്ട് തുടക്കത്തെ 2 നമ്പർ 1, 8 ആണ് എന്ന്. എങ്കിൽ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ആത്മീയ സഭ, ബ്രഹ്മസമാജം, തത്വബോധിനി സഭ എന്നീ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. കോഡിലൂടെ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശകലനം ചെയ്യാം, എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ആത്മീയ സഭയും ബ്രഹ്മസമാജവും സ്ഥാപിച്ചത് റാം മോഹൻ റോയ് ആണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ത് എന്നാൽ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദൈവ വിശ്വാസം പ്രൊമോട്ട് ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു, അതിനെയൊക്കെ അബോളിഷ് ചെയ്യുക, നിർത്തലാക്കുക. മെയിൻ ആയിട്ട് ഈ സതി പോലുള്ള ദുരാചാരങ്ങളായിരുന്നു ലക്ഷ്യം. എങ്കിൽ ഇതേ ലക്ഷ്യവുമായിട്ട് വന്നിട്ടുള്ള മറ്റൊരു സംഘടനയാണ് തത്വബോധിനി സഭ. ഇതിന്റെ ഫൗണ്ടർ ആര് എന്ന് ചോദിക്കും. അത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. തത്വം ബോധിപ്പിക്കുന്നത് ദൈവമാണ് എന്നോർത്തോളൂ, അഥവാ തത്വം പഠിപ്പിക്കുന്നത് ദേവനാണ് എന്ന രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഈ സംഘടനയുടെ ഉദ്ദേശം എന്ത് എന്നാൽ ഉപനിഷത്തുകളെ അടിസ്ഥാനമാക്കിയിട്ട് ഏകദൈവ വിശ്വാസം വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല സമൂഹത്തിൽ നിലനിന്നിട്ടുള്ള ദുരാചാരങ്ങൾക്കെതിരെ പോരാടുക എന്നിവയായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആത്മീയ സഭ, ബ്രഹ്മസഭ, തത്വബോധിനി സഭ ഈ 3 സഭകളും ഒരേ സ്വഭാവമുള്ള സംഘടനയാണ്. എങ്കിൽ ആത്മീയ സഭയും ബ്രഹ്മസമാജവും സ്ഥാപിക്കുന്നത് ആര് എന്ന് ചോദിക്കും. അത് രാജാ റാം മോഹൻ റോയ് ആണ് എന്ന് ഓർത്തോളൂ. ആത്മീയത നേടാനായിട്ട് ബ്രഹ്മസമാജം സ്ഥാപിച്ചു രാജാ റാം. ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ആത്മീയത നേടാനായിട്ട് ബ്രഹ്മസമാജം സ്ഥാപിച്ചു രാജാ റാം എന്നോർത്താൽ മതി. അപ്പൊ ആത്മീയ സഭയും ബ്രഹ്മസമാജവും സ്ഥാപിക്കുന്നത് രാജാ റാം മോഹൻ റോയ് ആണ്. ഏത് വർഷം എന്ന് ചോദിക്കും. ആത്മീയ സഭ 1815-ലാണ്. ഞാൻ പറഞ്ഞു നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം കൂടുതലായിട്ടും വന്നിട്ടുള്ളത് 1800-കളിലാണ്. അപ്പൊ 1800-കൾ ഉണ്ട് എന്ന് ഓർത്തോളൂ. ആത്മീയ സഭ ആരംഭിക്കുന്നത് 1815. രാജാ റാമിന്റെ 15-ാമത്തെ വയസ്സിലാണ് ആത്മീയതയിലേക്ക് തിരിഞ്ഞത് എന്നോർത്താൽ മതി. അപ്പൊ ആ 15 വെച്ചിട്ട് 1800-കളോട് ചേർത്താൽ മതി. 1815-ലാണ് ആത്മീയ സഭ ആരംഭിക്കുന്നത്. എങ്കിൽ ബ്രഹ്മസമാജം ആരംഭിക്കുന്നത് 1828-ലാണ്. ആദ്യം 1, 8 ഉണ്ട്, എന്നിട്ട് ആ 28 കൂടെ കണക്ട് ചെയ്താൽ മതി. 18-ാമത്തെ വയസ്സിലാണ് അഡൽട്ട് ആവുന്നത്. അങ്ങനെ അഡൽട്ട് ആയിട്ട് 10 വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്താണ് ബ്രഹ്മനിലേക്ക് അദ്ദേഹം അലിഞ്ഞത് എന്ന് കണക്ട് ചെയ്താൽ മതി. അതാണ് ബ്രഹ്മസമാജം 1828. അപ്പൊ 15-ല് ആത്മീയതയിലേക്ക് തിരിഞ്ഞു, അഡൽട്ട് ആയിട്ട് 10 വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രഹ്മത്തിലേക്ക് അലിഞ്ഞു എന്നോർത്തോളൂ. അതാണ് ബ്രഹ്മസമാജം 1828. എങ്കിൽ തത്വബോധിനി സഭ ആരംഭിച്ചത് 1839-ലാണ് എന്നും ഓർത്തോളൂ. തത്വം ബോധിപ്പിക്കുന്നത് ദേവനാണ്. ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അതാണ് ദേവേന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം എന്ത് തത്വമാണ് ബോധിപ്പിച്ചതെന്നാൽ 3, 9 ആവണ തത്വമാണ് എന്നും ഓർത്താൽ മതി. 3ന്റെ സ്ക്വയർ അല്ലേ 9, അതും ഒരു തത്വമല്ലേ, ഫോർമുല. ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അതാണ് തത്വം. 3, 9 ആവുന്ന തത്വം, അതാണ് 39, 1839. അപ്പൊ ഈ 3 സംഘടനകളും ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി, മറക്കത്തില്ല. എങ്കിൽ ഈ 3 സംഘടനകളും കട്ടയ്ക്ക് പ്രവർത്തിച്ചത് എവിടെ എന്ന് ചോദിക്കും. അത് കൽക്കട്ടയിലാണ് എന്ന് ഓർത്താൽ മതി. ഈ 3 സംഘടനകളുടെയും ലക്ഷ്യം ഒന്ന് തന്നെ അല്ലേ,
സമൂഹത്തില് ജാതിയുടെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചിരുന്നു, അത് നിർത്തലാക്കണം. മതവര് നിർത്തലാക്കണം. സ്ത്രീകളെ വന്നിട്ട് ചിതയിൽ ചാടിപ്പിക്കുന്ന പരിപാടി സതിയല്ലേ, അത് നിർത്തലാക്കണം. പിന്നെ സമൂഹത്തിൽ എല്ലാവർക്കും വന്നിട്ട് വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും വേണ്ടിയൊക്കെ പ്രവർത്തിച്ച സംഘടനകളാണ് ഏകദൈവ വിശ്വാസം, വേദങ്ങളുടെയും ഉപനിഷത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോട്ട് ചെയ്യുക എന്നിവയായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഒരേ സ്വഭാവമുള്ള സംഘടനകൾ ഒരേ സ്ഥലത്ത് നിന്നാണ് വന്നേന്ന് ഓർത്താൽ മതി. അതാണ് കട്ടയ്ക്ക് പ്രവർത്തിച്ച കൽക്കട്ട. ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഭാവിയിൽ ബ്രഹ്മസമാജം പിളരുന്നുണ്ട്. പിളർന്നാലും ബ്രഹ്മസമാജത്തിന്റെ പേരിൽ ഏതൊക്കെ സംഘടനകൾ വന്നിരുന്നാലും അതിലെല്ലാം കൽക്കട്ടയുണ്ട് എന്ന് ഓർത്താൽ മതി. കട്ടയ്ക്ക് ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച സംഘടനകളാണ് എന്ന രീതിയിൽ ഓർത്തു വെച്ചോളൂ. എങ്കിൽ 1860 ഒരു ബ്രഹ്മസമാജം വരുന്നുണ്ട്. അതാണ് ആദി ബ്രഹ്മ സമാജം. കേശവചന്ദ്ര സെൻ ആണ് ഇതിന്റെ സ്ഥാപകൻ. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ബ്രഹ്മസമാജം ഭാവിയിൽ പിളരുന്നുണ്ട്. അങ്ങനെ 1860 ആദി ബ്രഹ്മസമാജം വന്നത് എന്ന് ഓർത്തോളൂ. 60 വയസ്സാകുമ്പോഴത്തേക്ക് ആദിയാവുമല്ലേ, പെൻഷൻ പ്രായം കഴിയും. അങ്ങനെ ആദി പൂണ്ട് ബ്രഹ്മനെ വിളിച്ചു ഒരു ചന്ദ്രൻ എന്നോർത്താൽ മതി. അതാണ് കേശവചന്ദ്ര സെന്ന് ആദി ബ്രഹ്മ സമാജം 1860. ആ 1860 കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യയും സ്ഥാപിക്കുന്നുണ്ട്. ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ 1866, അതും കേശവ ചന്ദ്ര സെൻ ആണ്. അപ്പൊ ചന്ദ്രനാണ് ആദി ബ്രഹ്മസമാജവും ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യയും സ്ഥാപിക്കുന്നത്. 60-66 ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. 60 ആകുമ്പോഴത്തേക്കും വയസ്സായി തുടങ്ങി, പെൻഷൻ പ്രായമായി എന്നോർത്താൽ മതി. അപ്പോൾ അദ്ദേഹത്തിന് ആദി പൂണ്ടാണ് ആദി ബ്രഹ്മ സമാജം ചന്ദ്രൻ തുടങ്ങിയെന്ന് ഓർത്താൽ മതി. അപ്പൊ 60 കഴിഞ്ഞ് 6 വർഷവും കൂടെ കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യയും അദ്ദേഹം ആരംഭിച്ചു. എങ്കിൽ 1878 വന്ന സംഘടനയാണ് സാധാരണ ബ്രഹ്മ സമാജം. ആനന്ദ് മോഹൻ ബോസ് ആണ് ഇത് സ്ഥാപിച്ചത്. ഞാൻ പറഞ്ഞു 1828 ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ് ആരംഭിക്കുന്നത്. 18 വയസ്സിൽ അഡൽട്ടായി. അതും കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ബ്രഹ്മനിലേക്ക് അലിഞ്ഞു. ആ രീതിയിൽ ഓർക്കാനാണ് പറഞ്ഞത്. എങ്കിൽ 1828 കഴിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞ്, ഹാഫ് സെഞ്ചുറി അല്ലേ, ഹാഫ് സെഞ്ചുറി 50 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കാണ് സാധാരണ ബ്രഹ്മ സമാജം ആനന്ദ് മോഹൻ ബോസ് തുടങ്ങുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സാധാരണ ബ്രഹ്മ സമാജം അദ്ദേഹം സ്ഥാപിച്ചു. അപ്പൊ സാധാരണക്കാർക്കെല്ലാം വന്നിട്ട് ആനന്ദത്തോടുകൂടി അദ്ദേഹത്തെ ബോസ് എന്ന് വിളിച്ചു എന്നും ഓർത്താൽ മതി. അതാണ് ആനന്ദ് മോഹൻ ബോസ്. സാധാരണ ബ്രഹ്മസമാജം ഒറിജിനൽ ബ്രഹ്മസമാജം ആരംഭിച്ച് 50 വർഷം കഴിഞ്ഞ് സാധാരണക്കാർക്ക് വേണ്ടി സാധാരണ ബ്രഹ്മസമാജം വന്നു 1878. അപ്പൊ ഇതെല്ലാം കട്ടക്കയാണ്, കൽക്കട്ടയിലാണ്. ബ്രഹ്മസമാജവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും വരുന്നത് കൽക്കട്ടയിലാണ്. നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കൽക്കട്ടയാണ്. ജോയ് സിറ്റി അല്ലേ, അതെല്ലാം കൽക്കട്ടയാണ്. എങ്കിൽ രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന് പദവി നൽകിയത് ആര് എന്ന് ചോദിക്കും. അത് അക്ബർ രണ്ടാമനാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ ബ്രഹ്മസമാജത്തിന്റെ ബേസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. എങ്കിൽ രാജാറാം മോഹൻ റോയ് മരണപ്പെടുന്നത് 1833 എന്നും ഓർത്തോളൂ. 1828 ബ്രഹ്മ സമാജം അദ്ദേഹം സ്ഥാപിച്ചു. 28 ബ്രഹ്മനിൽ മുഴുകി. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. അത് 1833. ആ മരണപ്പെടുന്ന അതേ വർഷമാണ് ബ്രഹ്മ സമാജം ബ്രഹ്മ സഭയായും മാറുന്നത്. അദ്ദേഹം മരണപ്പെട്ടു അല്ലേ, അപ്പൊ പിന്നെ അതൊരു സമാജം സഭയായി മാറി എന്ന് ഓർത്താൽ മതി. അത് 1833 എങ്കിൽ ഇനി നമുക്ക് നോക്കേണ്ടത് 1875 വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. 1800കളിലെ 75-ാം ആണ്ടല്ലേ. യെസ്, 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിനം ജൂബിലിയാണ് 75. അപ്പൊ അത് ആഘോഷിക്കേണ്ട സമയമാണ്. അപ്പൊ ആര്യൻ തീത്തൈലം അടിച്ച് ആഘോഷിച്ചപ്പോഴത്തേക്കും ഒരു അഹമ്മദൻ മുഹമ്മദീയ കോളേജ് വെച്ച് ആഘോഷിച്ചു എന്നോർത്തോളൂ പ്ലാറ്റിനം ജൂബിലിക്ക്. അതാണ് 1875. ആര്യൻ തീത്തൈലം എന്ത് എന്നാൽ ആര്യൻ എന്നാൽ ആര്യ സമാജം, തീത്തൈലം എന്നാൽ തിയോസോഫിക്കൽ സൊസൈറ്റി. തീത്തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ തീത്തൈലം, വോട്ട് ഒളിമ്പ്യൻ അന്തോണിയാതിൽ ജനിച്ചേട്ടൻ പറയുമല്ലോ, അതുപോലെ ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അപ്പൊ ആര്യൻ തീത്തൈലം അടിച്ച് ആഘോഷിച്ചു എന്നാണ് ആര്യ സമാജം തിയോസോഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ 1875. എങ്കിൽ ഒരു അഹമ്മദ് മുഹമ്മദീയ കോളേജ് വെച്ചു എന്നാണ്. യെസ്, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റ് കോളേജ് സയ്യിദ് അഹമ്മദ് ഖാൻ, അതും 1875. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോംബെയിലാണ്. 1875 വരുന്നത്. ആര്യൻ സിനിമയല്ലേ മോഹൻലാലിന്റെ പൊന്മുരളിയൂതും ആ പാട്ടൊക്കെ ഉള്ളത്. അപ്പൊ അതിൽ കൂടുതലും ഈ അധോലോകത്തിന്റെ കഥയൊക്കെയാണ് പറയുന്നത്. ബോംബെയിലാണ് ആ സിനിമയുടെ ഇത് നടക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ ആര്യൻ എന്നാൽ ആര്യ സമാജം, അത് ബോംബെയിലാണ് നടക്കുന്നത്. 1875 ആ രീതിയിൽ കണക്ട് ചെയ്യൂ. എങ്കിൽ സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹം ദയോടുകൂടി ബ്രിട്ടീഷുകാര് അവരോട് പറഞ്ഞു ഇന്ത്യ ഇന്ത്യക്കാർക്കുള്ളതാണ്. അപ്പൊ അവർ കേട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു എങ്കിൽ നമ്മൾ വേദങ്ങളിലോട്ട് മടങ്ങും കേട്ടോ. ഇത് രണ്ടും പറഞ്ഞത് ദയോടുകൂടി ദയാനന്ദ സരസ്വതിയാണ് എന്നും ഓർത്താൽ മതി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മൂൽ ശങ്കർ ആണ് എന്നും ഓർത്തോളൂ.
ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം ശങ്കർ, മൂൽ ശങ്കർ, സരസ്വതി ശങ്കർ, ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. ആര്യ ദയ, ദയ ആര്യ, ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഒരേപോലത്തെ പ്രൊണൗൺസിയേഷൻ അല്ലേ. എങ്കിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റ് കോളേജ് വരുന്നതും 1800-കളിലെ 75-ാം ആണ്ട് പ്ലാറ്റിനം ജൂബിലിക്കാണ് ആണ് പറഞ്ഞത്. ആര്യ തീത്തൈലം അടിച്ച് ആഘോഷിച്ചപ്പോഴത്തേക്കും അഹമ്മദ് മുഹമ്മദൻ കോളേജ് വെച്ച് ആഘോഷിച്ചു. ഇത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് സ്ഥാപിച്ചത്. എവിടെ എന്ന് ചോദിച്ചാൽ അലിഗഡ്. അതുകൊണ്ട് തന്നെ 1920 ഇത് അലിഗഡ് സർവകലാശാലയായി മാറുന്നുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്ന അതേ വർഷമാണ് ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റ് കോളേജ് അലിഗഡ് സർവകലാശാലയായി മാറുന്നതെന്നും ഓർത്തോളൂ. എല്ലാവരും നിസ്സഹകരണം തുടങ്ങിയിട്ട് നിസ്സഹകരിച്ചിട്ട് ഈ സർവകലാശാലയായിട്ട് പഠിക്കാനായിട്ട് പോയി 1920 അങ്ങനെ കണക്ട് ചെയ്താൽ മതി. നിസ്സഹകരിച്ചിട്ട് അലിഗഡ് സർവകലാശാലയിൽ പഠനത്തിന് പോയി. അതാണ് നിസ്സഹകരണ പ്രസ്ഥാനം വന്ന അതേ വർഷം 1920 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റ് കോളേജ് അലിഗഡ് സർവകലാശാല എന്ന് പേര് മാറ്റുന്നതെന്നും ഓർത്താൽ മതി. എങ്കിൽ 1800-കളിലെ 75-ാം ആണ്ട് പ്ലാറ്റിനം ജൂബിലിക്ക് വന്ന മറ്റൊരു സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. 1800-കളിലെ പ്ലാറ്റിനം ജൂബിലി തീത്തൈലം അടിച്ച് ആഘോഷിച്ചു എന്ന് ഓർത്തോളൂ. അതിന്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഡം ബ്ലാവാട്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ്. വിസ്കി, വോഡ്ക എന്നീ മദ്യങ്ങളുടെ പേര് പോലെയല്ലേ ഉള്ളത്. അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. തിയോസഫിക്കൽ എന്നാൽ തീത്തൈലം. തീത്തൈലം ആര്? വിസ്കിയും വോഡ്കയുമാണ് സ്ഥാപിച്ചത്. അതാണ് മാഡം ബ്ലാവാട്സ്കി റഷ്യക്കാരിയാണ്. വോഡ്ക എന്നാൽ കേണൽ ഓൾക്കോട്ട് അമേരിക്കക്കാരാണ്. അപ്പൊ രണ്ടുപേരും ഇന്ന് ശത്രു രാജ്യങ്ങളാണ്. അപ്പൊ റഷ്യൻ വിസ്കിയും അമേരിക്കൻ വോഡ്കയുമാണ് തീത്തൈലം സ്ഥാപിച്ചതെന്ന് ഓർത്തോളൂ. എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കിലാണ്. ന്യൂ തീത്തൈലമാണ് എന്നും കണക്ട് ചെയ്തോളൂ. അത് ന്യൂയോർക്കിലാണ് സ്ഥാപിച്ചത്. ഇയർ 1875. 1800-കളിലെ പ്ലാറ്റിനം ജൂബിലി ആ രീതിയിൽ കണക്ട് ചെയ്യണം. എങ്കിൽ ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റി ആരംഭിക്കുന്ന 1882 അടയാറില് ആനി ബെസന്റാണ് സ്ഥാപിച്ചത്. ഈ രീതിയിൽ കണക്ട് ചെയ്തോളൂ. ഇന്ത്യയില് തീത്തൈലം രണ്ടടിക്കാൻ പറ്റിയ സ്ഥലം അടയാറാണ്. ബെസ്റ്റ് തീത്തൈലമാണ് എന്നോർത്തോളൂ. ആ ബെസ്റ്റ് ആണ് ബെസന്റ്. അപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റി ഇൻ ഇന്ത്യ ഫൗണ്ടർ ആനി ബെസന്റ്. ഇന്ത്യയിലാണെങ്കിൽ ബെസ്റ്റ് തീത്തൈലമാണ്. ഏത് ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1882. അതാണ് രണ്ടടിക്കാൻ പറ്റിയ സ്ഥലം. അടിക്കാൻ എന്നാൽ അടയാറിലാണ് സ്ഥാപിച്ചത്. എങ്കിൽ തിയോസഫിക്കൽ സൊസൈറ്റി ഇൻ മലബാർ അതിന്റെ ഫൗണ്ടർ ആര് എന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാമയ്യർ ആണ്. 1891 മലബാറിലാണ് വന്നിട്ടുള്ള അതിന്റെ സ്ഥാപകൻ മഞ്ചേരി രാമയ്യർ. അപ്പോ കേരളത്തിലാണ് എന്നുണ്ടെങ്കിൽ അതിന് ഫേമസ് മലബാറിലാണ്. അതിലൊരു ബാറുണ്ട്. ആര് സ്ഥാപിച്ചു? മഞ്ചേരി രാമയ്യർ. അവിടെ പോയാൽ സൈഡ് ഡിഷ് ആയിട്ട് മഞ്ച് കിട്ടും എന്നും കണക്ട് ചെയ്താൽ മതി. അതാണ് മഞ്ചേരി രാമയ്യർ. എന്നാൽ അടുത്ത് നോക്കാനുള്ളത് മാനവ ധർമ്മ സഭയാണ്. ഇത് ഏത് വർഷം വന്നു എന്നാൽ 1844. എവിടെ എന്ന് ചോദിച്ചാൽ സൂററ്റിലാണ്. ആര് സ്ഥാപിച്ചു? ദുർഗാറാം മഞ്ചാറാം എന്നീ വ്യക്തികളാണ് സ്ഥാപിച്ചത്. കോഡിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഒരു നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 4 പേരെ കുറിച്ച് 4 നല്ല വർത്താനവും 4 ചീത്ത വർത്താനവും പറയാൻ ധർമ്മമുള്ള കുറച്ച് മാനവര് കാണുമല്ലേ അവിടെ. ആ രീതിയിൽ കണക്ട് ചെയ്യണം. അതാണ് മാനവ ധർമ്മസഭ. 4 പേരെ കുറിച്ചിട്ട് 4 നല്ലതും പറയും 4 ചീത്തയും പറയും. അപ്പൊ 2 4 അപ്പൊ 4 ഉണ്ട് എന്ന് ഓർത്താൽ മതി. 1844 മാനവ ധർമ്മ സഭ വന്നത്. 4 പേരെ കുറിച്ച് 4 നല്ലത് പറയുന്ന മാനവന്മാരുടെ ധർമ്മം. അത് ആ നാട്ടിലുള്ള മര്യാദ രാമന്മാരായിരിക്കും അല്ലേ. എല്ലാം തികഞ്ഞവന്മാരായിരിക്കും ഇങ്ങനെ പറയുന്നത്. 4 പേരെ കുറിച്ച് കുറ്റവും നല്ലത്. യവന്മാരെല്ലാം തികഞ്ഞിരിക്കുകയാണ്. മര്യാദ രാമന്മാരെന്നായിരിക്കും പറയുന്നത്. അതിലുകൊണ്ട് 2 റാം. അത് വെച്ചിട്ട് അതിന്റെ ഫൗണ്ടർ ദുർഗാറാം മഞ്ചാറാം. അപ്പൊ ഇതാണ് ആ മര്യാദ രാമന്മാര്. ആ രീതിയിൽ ഓർത്തോളൂ. എങ്കിൽ നാമധാരി സഭ അത് ആരംഭിക്കുന്നത് 1857 നാമധാരി എന്ന സംഘടന വരുന്നത്. നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച അതേ വർഷം 1887. അതിന്റെ ഫൗണ്ടർ ആര് എന്ന് ചോദിച്ചാൽ അത് രാം സിംഗ് ആണ് അതിന്റെ ഫൗണ്ടർ. പ്ലേസ് പഞ്ചാബ്. ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. പഞ്ചാബി നാമധാരി ആയിട്ടുള്ളൊരു രാം സിംഗ് 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിന് വന്നു. പഞ്ചാബി നാമധാരി. അപ്പൊ എന്തായാലും സിംഗ് കാണുമല്ലോ. അതാണ് രാം സിംഗ് വന്നത് 1ാം സ്വാതന്ത്ര്യ സമരം 1857. ഓക്കെ അല്ലേ. എങ്കിൽ 1861 1ാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു സംഘടനയാണ് രാധാ സ്വാമി സതംഗ് ഓർഗനൈസേഷൻ. അതിന്റെ ഫൗണ്ടർ തുളസിറാമാണ്. ഇവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ അത് ആഗ്രയിലാണ് എന്നും ഓർത്തോളൂ. അപ്പൊ രാധാസ്വാമിക്ക് രാമതുളസിയോടാണ് ആഗ്രഹം എന്ന് കണക്ട് ചെയ്താൽ മതി. രാധാസ്വാമി സതംഗ്, തുളസി റാമാണ് ഫൗണ്ടർ. അതാണ് രാമതുളസി. ആഗ്രഹം എന്നാൽ ആഗ്രയിലാണ് സ്ഥാപിച്ചത്. എങ്കിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ് ബോംബെയിലാണ് സ്ഥാപിച്ചത് 1867. ഈ രീതിയിൽ കണക്ട് ചെയ്യാം. ആരെങ്കിലും ബൈ പറഞ്ഞു പോയി, ആരെങ്കിലും വേർപിരിഞ്ഞു പോയി, ബൈ പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലേ. ആത്മാവിൽ തൊട്ട്
ആ രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. പ്രാർത്ഥന എന്നാൽ പ്രാർത്ഥിക്കും, ആത്മാവിൽ തൊട്ട്. യെസ്, ആത്മാറാം പാണ്ഡുരംഗാണ് അത് ഫൗണ്ട് ചെയ്തത്. എവിടെ എന്ന് ചോദിച്ചാൽ അത് ബോംബെയിൽ. അതാണ് ബൈ പറഞ്ഞു പോയാൽ. ആരൊക്കെ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊരു 6-7 പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നോർത്തോളൂ. 6-7, അതാണ് 67 1800-കളിലെ 67-ാം ആണ്ടിലാണ് വന്നിട്ടുള്ളത്. എങ്കിൽ പൂനെ സാർവജനിക് സഭ ആരംഭിക്കുന്നത് മഹാദേവ് ഗോവിന്ദ് റാനഡെയാണ്. 1870 പൂനെയിൽ തന്നെയാണ്. പൂനെ സാർവജനിക് സഭ പൂനെയിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ പൂനെയിലെ സർവ്വജനങ്ങൾക്കും വേണ്ടിയുള്ള സഭയാണ്. സർവ്വജനങ്ങൾക്കും സപ്തതിയാണ് എന്ന് ഓർത്തോളൂ. സപ്തതി എന്നാൽ 70 അല്ലേ, 70 വയസ്സ് വരെയുള്ള സർവ്വജനങ്ങൾക്കുമാണ് എന്ന് ഓർത്താൽ മതി. അത് 1870 വരുന്നത്. പൂനെ സാർവജനിക് സഭ. പൂനെ സപ്തതി സഭ എന്നും കണക്ട് ചെയ്തോളൂ. സപ്തതി എന്നാൽ 70, 1870 വരുന്നത്. പൂനെയിൽ തന്നെ മഹാദേവ് ഗോവിന്ദ റാനഡെയാണ് പൂനെ സാർവജനിക് സഭ ആരംഭിക്കുന്നത്. പൂനെ റാനെ ആ രീതിയിൽ ഓർത്തോളൂ. പൂനെ റാനഡെയാണ്. എങ്കിൽ റാനഡയുടെ കൂടെ SH ചിപ്പുലങ്കറും GV ജോഷിയും ഉണ്ടായിരുന്നു എന്നും കണക്ട് ചെയ്യണം. അപ്പൊ റാനഡയെ സഹായിക്കാനായിട്ട്, ജോഷ് നൽകാനായിട്ട് ഒരു ജോഷിയും, പിന്നെ ഈ സർവ്വജനങ്ങളിൽ ആരെങ്കിലും അലമ്പുണ്ടായി കഴിഞ്ഞാൽ ചി പുല്ലേ എന്ന് പറയാൻ ചിപ്പുലങ്കറും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പൂനെ സാർവജനിക് സഭ 1870, പൂനെ മഹാദേവ ഗോവിന്ദ റാനഡെ, പൂനെ റാനെ അങ്ങനെ കണക്ട് ചെയ്യൂ. എങ്കിൽ ദേവസമാജ് അത് ആരംഭിക്കുന്നത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. എവിടെയാണ് ആരംഭിച്ചത് എന്നാൽ അത് ലാഹോറിലാണ്. 1887 ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. ആ സമാജത്തിലുള്ളവർക്കൊക്കെ ഏത് ദേവനോടാണ് പ്രീതി എന്നാൽ അത് ശിവനും നാരായണനോടുമാണ് എന്നോർത്തോളൂ. അവരെ പ്രീതിപ്പെടുത്താനായിട്ട് അഗ്നി കൊളുത്തും, ഈ ഹോമമൊക്കെ ചെയ്യുമ്പോൾ. അതാണ് ശിവനാരായൺ അഗ്നിഹോത്രി ദേവസമാജം. ആ സമാജത്തിലുള്ള ആൾക്കാർക്ക് ഏത് ദേവനോടാണ് എന്നാൽ അത് ശിവനും നാരായണനും പ്രീതിപ്പെടുത്താനായിട്ട് അഗ്നി കൊളുത്തും എന്നോർത്തോളൂ. ശിവനാരായണ അഗ്നിഹോത്രിയാണ് ദേവസമാജം ആരംഭിക്കുന്നത്. എവിടെ എന്നാൽ ലാഹോറിലാണ്. അവർ അലറിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഓർത്തോളൂ ആ ദേവനെ. അതാണ് അലറി എന്നാൽ ലാഹോർ. ആ രീതിയിലും കണക്ട് ചെയ്യണം. 1887 വന്നിട്ടുള്ളത്. എങ്കിൽ രാമകൃഷ്ണ മിഷൻ വരുന്നത് വേലൂരിലാണ്. സ്വാമി വിവേകാനന്ദനാണ് ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലേ, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പൊ അദ്ദേഹം ആരംഭിച്ചതാണ് രാമകൃഷ്ണ മിഷൻ ഗുരുവിന് വേണ്ടിയിട്ട് എന്ന് ഓർത്തോളൂ. അത് ബേലൂർ മഠത്തിലാണ് വരുന്നത്. ബേലൂർ 1897 സ്ഥാപിച്ചത്. അപ്പൊ 87-97 വന്ന രണ്ട് സംഘടനകളാണ് ദേവസമാജ്, രാമകൃഷ്ണ മിഷൻ. ദേവനും രാമനും 87-97 വന്നു. ഈ രീതിയിൽ കണക്ട് ചെയ്തോളൂ. എങ്കിൽ സത്യശോധക് സമാജ് ആരംഭിച്ചത് ജ്യോതിബ ഫൂലെയാണ്. മഹാരാഷ്ട്രയിലാണ്. 1873 ഇത് നിലവിൽ വരുന്നത്. 1800-കളിലെ 73-ാം ആണ്ടിലാണ് സത്യശോധക് സമാജ് വരുന്നത്. സത്യം പറയട പുല്ലേ എന്നാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് സത്യശോധക് പുല്ലേ എന്നാൽ ജ്യോതിബ ഫൂലെ. സത്യം പറയടാ പുല്ലേ, മഹാസത്യം പറയടാ പുല്ലേ എന്നാണ്. യെസ്, മഹാരാഷ്ട്രയിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. 1873 കണക്ട് ചെയ്തോളൂ. എങ്കിൽ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാല കൃഷ്ണ ഗോഖലെയാണ്. അത് ബോംബെയിലാണ്. 1905 ഇപ്പൊ 1900 ആണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പൊ 1905 ഇത് വന്നിട്ടുള്ളത്. അത് ഈ രീതിയിൽ നമുക്ക് ഓർക്കാം. 1905 ബംഗാൾ വിഭജനമെല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ ബംഗാൾ വിഭജനം വന്നപ്പോ അതിനെതിരെ പോരാടാനായിട്ട് ഒരാള് വന്നിട്ട് ഗോപാല കൃഷ്ണ ഗോഖലെ ഓടി വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എവിടെ? ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. ബംഗാളിലോട്ട് പോകണം. ബോംബെയിൽ നിന്ന് നമുക്ക് ബംഗാളിലോട്ട് പോകണം. അതാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സർവൻസിനെ വിളിക്കുകയാണ് ബോംബെയിൽ നിന്നും. ബംഗാളിൽ വിഭജനം തുടങ്ങി. ഗോപാല കൃഷ്ണ ഗോഖലെ വരൂ. അതാണ് ഗോപാല കൃഷ്ണ ഗോഖലെയാണ് ഫൗണ്ടർ. 1905 ബംഗാൾ വിഭജനം വന്ന അതേ വർഷം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ബംഗാൾ വിഭജനത്തിനെതിരെ സർവൻസിനെ കൂട്ടി എവിടെ? ബോംബെയിൽ എന്നോർത്താൽ മതി. എങ്കിൽ പൂനെ സേവാ സദൻ അതിന്റെ ഫൗണ്ടർ രമാഭായി റാനഡെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 1870 പൂനെ സാർവജനിക് സഭ വരുന്നത്. MG റാനഡെ, മഹാദേവ ഗോവിന്ദ റാനഡെ അല്ലേ. പൂനെയിലെ സർവ്വജനങ്ങൾക്കും സപ്തതിക്ക് ആഘോഷിക്കാൻ പറ്റിയ സഭ. സപ്തതിയാണ് 1870 എന്ന് ഓർക്കാനാണ് പറഞ്ഞത്. എങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ രമാദേവി റാനഡെ ആരംഭിച്ചതാണ് പൂനെ സേവാ സദൻ. പൂനെ സേവാ സദൻ അത് വരുന്ന 1909. മിന്റോ മോർലി പരിഷ്കാരങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും MG റാനഡയുടെ ഭാര്യ രമാഭായി റാനഡെ ആരംഭിച്ചതാണ് പൂനെ സേവാ സദൻ. അതിലും പൂനെ ഉണ്ട്. അദ്ദേഹം ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂനെ സാർവജനിക്, പൂനെയുള്ള സർവ്വജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് MG റാനഡെ ആരംഭിച്ചത്. ഇത് പൂനെ സേവാ സദൻ രമാഭായി റാനഡെ, പൂനെ റാനെ എന്നും കണക്ട് ചെയ്തോളൂ. അപ്പൊ അവരുടെ കൂടെ ഒരു ഫൗണ്ടിങ് പാർട്ണറും കൂടെ ഉണ്ടായിരുന്നു. അതാണ് GK ദേവദാർ. അവർക്ക് GK ഒക്കെ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു GK ദേവദാറും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഓർത്താൽ മതി. അതും പൂനെയിലാണ്. 1909 ആരംഭിച്ചത്.
വിൻഡോ മോർലി പരിഷ്കാരങ്ങളൊക്കെ നടന്ന അതേ വർഷം പൂനെ സേവാ സദൻ ആരംഭിച്ചു എന്നും ഓർത്തോളൂ. എങ്കിൽ സോഷ്യൽ സർവീസ് ലീഗും സേവാ സമിതിയും ആരംഭിക്കുന്നത് 1911 വർഷം അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പോൾ സോഷ്യൽ സർവീസ് ലീഗ് ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് NM ജോഷിയാണ്. ഫുള്ള് ജോഷിയോട് സോഷ്യൽ സർവീസ് ലീഗ് ആരംഭിച്ചു ജോഷി എന്ന് ഓർത്താൽ മതി. അതും വരുന്നത് പൂനെയിലാണ് 1911. എങ്കിൽ അതേ വർഷം വന്ന മറ്റൊരു സംഘടനയാണ് സേവാ സമിതി. HN കുൻസ്രു ആണ്. കുൻസ്രുവിന്റെ സേവ അലഹാബാദിൽ അലയടിച്ചു എന്നും ഓർത്തോളൂ. ഇത് രണ്ടും ഒന്നിനാണ് വരുന്നത്, 1911 വരുന്നത്. അപ്പൊ സോഷ്യൽ സർവീസ്, ജോഷിയുടെ സോഷ്യൽ സർവീസും കുൻസ്രുവിന്റെ സേവാ സമിതിയും നമ്പർ 1 ആണ് എന്നോർത്താൽ മതി. അതിലുണ്ട് 2 1911. ആ രീതിയിൽ കണക്ട് ചെയ്യൂ. വർഷം ഇമ്പോർട്ടന്റ് അല്ല. എങ്കിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി GG അഗാർക്കറിന്റെ നേതൃത്വത്തിൽ പൂനെയിലാണ് വരുന്നത്. 1884 വരുന്നത്. 1885 INCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. പ്രസിഡന്റ് വന്നിട്ട് WC ബാനർജി ആണ്. നമ്മൾ കോഡിലൂടെ പഠിച്ചിട്ടുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോളൂ, പ്ലേലിസ്റ്റിലുണ്ട് INC എന്ന ഭാഗത്ത്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു 1885 ആദ്യത്തെ പ്രസിഡന്റ് ബാനറൊക്കെ കെട്ടിയിട്ടായിരിക്കുമല്ലോ സമ്മേളനം നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. അതിനും ഒരു വർഷം മുന്നേ 1884 INC ഒക്കെ വരാൻ പോവുകയാണ്. അപ്പൊ രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ നൽകണം അല്ലേ. അങ്ങനെയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് കോഡിനായിട്ട് കണക്ട് ചെയ്തോളൂ. അപ്പൊ ആ എഡ്യൂക്കേഷൻ നൽകാൻ ആഗ്രഹിച്ച വ്യക്തി GG അഗാർക്കർ ആഗ്രഹിച്ചു എന്ന് ഓർത്തോളൂ. അത് പൂനെയിലാണ് വരുന്നത്. 1884 INCയുടെ ആദ്യത്തെ സമ്മേളനത്തിന് ഒരു വർഷം മുന്നേ. എങ്കിൽ നിരങ്കാരി സംഘടന അത് ആരംഭിക്കുന്നത് 1840 പഞ്ചാബിലാണ്. ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദയാൽദാസ്, ദർബാര സിംഗ്, പിന്നെ രത്തൻ ചന്ദ് എന്നീ വ്യക്തികളാണ് ആരംഭിച്ചത്. നിരങ്കാരീസ് എന്നാൽ അഹങ്കാരം ഇല്ലാതായി എന്നോർത്തോളൂ. 40കളുടെ നിറവിൽ അഹങ്കാരി അല്ലാതായി മാറിയ വ്യക്തികളാണ് ആര്? ദയാൽദാസ്. അഹങ്കാരം മാറുമ്പോഴത്തേക്കും ദയ തോന്നുമല്ലേ. പിന്നെ ഒരു ദർബാര സിംഗ്. ദർബാര സിംഗിന് 40കളുടെ നിറവിൽ അഹങ്കാരമൊക്കെ മാറി ദയ തോന്നും. അങ്ങനെ എല്ലാവർക്കും രത്നം നൽകി അദ്ദേഹം ട്രീറ്റ് ചെയ്തു എന്ന് ഓർത്താൽ മതി. അതാണ് ദർബാര സിംഗ്. ദയാൽദാസ്. രത്നം എന്നാൽ രത്തൻ ചന്ദ്. എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ്. 1880കളിലെ 40കളുടെ നിറവിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ 4 സംഘടനകൾ മാത്രമേ 1900-ന് ശേഷമുള്ളതിൽ വന്നിട്ട് പഠിച്ചിട്ടുള്ളൂ. അതിൽ വന്നിട്ട് 1905 ബംഗാൾ വിഭജനം നടന്നപ്പോഴത്തേക്കും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് വന്നത്. പിന്നെ ഉള്ളത് വിൻഡോ മോർലി വന്ന വർഷം 1909 പൂനെ സേവാ സദനാണ് നമ്മൾ പഠിച്ചത്. അത് വിൻഡോ മോർലി വെച്ചിട്ട് കണക്ട് ചെയ്യൂ. അപ്പൊ ഈ 2 സ്ഥാനമാണ് മെയിൻ ആയിട്ട് കണക്ട് ചെയ്യാനുള്ളത്. 1911 വന്നിട്ടുള്ള സോഷ്യൽ സർവീസ് ലീഗിന്റെയും സേവാ സമിതിയുടെയും വർഷം അത്ര ഇമ്പോർട്ടന്റ് അല്ല. എങ്കിലും ഈ സോഷ്യൽ സർവീസും സേവാ സമിതിയും രണ്ടും നമ്പർ 1 എന്ന് വെച്ചിട്ട് 1911 ആ രീതിയിൽ കണക്ട് ചെയ്തോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ നോട്ട് ഞാൻ അവിടെ അയച്ചേക്കാം. അത് മാത്രമല്ല യൂട്യൂബിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറുള്ള എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. പിന്നെ ക്ലാസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്താനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.